6 മാസം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഡെന്റൽ ക്ലിനിക്കിൽ പോയി ക്ലീൻ ചെയ്യിപ്പിക്കണം പല്ല്. അറ്റ്ലീസ്റ്റ് 1 ഇയർ കൂടി ഇരിക്കും. മമിത എന്താണ് പല്ലിന് ചെയ്തിരിക്കുന്നത്? അത് അലൈനേഴ്സ് ആണെന്നാ തോന്നുന്നത്. കാരണം പല്ലിന്റെ ഷേപ്പ് ഒക്കെ അതേപോലെയാണ്. ആരെ കാണുമ്പോഴും ആദ്യം പല്ലാണോ നോക്കാറ്? ഞങ്ങള് ആക്ച്വലി ഇത്രേ നോക്കാറുള്ളൂ. കാജോളിന്റെ ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടിരുന്നോ? ഈ ഇടയായിട്ട് പുള്ളിക്കാരിയുടെ പല്ല് ഫ്രണ്ട് ടൂത്ത് ഒക്കെ ഇങ്ങനെ തേഞ്ഞിരിക്കാം. നമ്മൾ ഡയറ്റ് കോൺഷ്യസ് ആയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട്, രാവിലെ ചെറിയ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കുക. ക്ലിനിക്കിൽ വരുമ്പോഴേ നമുക്കറിയാം. നമ്മൾ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, രാത്രിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ ബ്രഷ് ചെയ്യുന്നു, കയറി കിടന്നുറങ്ങും. ഇത് രണ്ടും പ്രശ്നമാണ്. ഒരു ഡോക്ടർ ആദ്യമായിട്ടാണ് ഒരു ഡെന്റൽ ജ്വല്ലറി ചെയ്തത് കാണുന്നത്. വീഡിയോസ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒബ്സർവേഷൻ ഒരു ക്ലിനിക്കിൽ പോകുമല്ലോ, അപ്പൊ അവിടുത്തെ മെയിൻ ഡെന്റിസ്റ്റ് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ചെയ്തേരും. അങ്ങനെ ചെയ്തതാ. ഒരു പയ്യൻസ് വന്നു നമ്മുടെ ക്ലിനിക്കിൽ, ഫോർട്ട് കൊച്ചി സൈഡ് എന്തുവാ, പുള്ളിക്ക് ഫ്രണ്ട് ഈ കോമ്പല്ലുണ്ടല്ലോ അത് സ്റ്റീൽ പല്ലാക്കി വേണം. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബോയ് ഫ്രണ്ട് യൂസ് ചെയ്ത ബ്രഷ് ഗേൾ ഫ്രണ്ട് യൂസ് ചെയ്യുന്നതൊക്കെ. ശരിക്കും അങ്ങനെ ഒരു ബ്രഷ് രണ്ടുപേർക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണോ? പണ്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഉമിക്കരി പോലുള്ള സംഭവങ്ങൾ പല്ലിന് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി പല്ല് വെളുക്കും എന്നൊക്കെ. ഇപ്പോൾ KP നമ്പൂതിരീസിന്റെ പൊടി അടക്കം ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ പൊടികളാണോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളെ പല്ലിനെ കുറച്ചുകൂടി വൃത്തിയാക്കാൻ വേണ്ടി ഉണ്ടോ? ഈ പൗഡർ നമ്മുടെ ഇങ്ങനെ സ്കിന്നിലൊന്ന് അമർത്തി നോക്കി, ഏത് KP നമ്പൂതിരീസ് ഏത് പൗഡർ ആണെങ്കിലും, ഇപ്പം ഈ ഉമ്മിക്കിരിയും ഈ KP നമ്പൂതിരി, ഇതൊക്കെ നമ്മളിങ്ങനെ സ്കിന്നിൽ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു നോവ് വരാറില്ലേ, ഒരു സ്ലൈറ്റ് ഒരു അത് എബ്രേഷൻ ഉണ്ടാക്കും പല്ലേല്. നമ്മൾ അതാ പറയുന്നത് ടൂത്ത് പൗഡേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുതെന്ന് പറയരുത്. ഇത് ഇനാമലിനെ വെയർ ഓഫ് ചെയ്യും. ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക, അതും പീസൈസ് യൂസ് ചെയ്യുക. ഇങ്ങനെ നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെയും അത് വെയർ ഓഫ് ചെയ്യും. പണ്ടത്തെ കാലത്തൊന്നും ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ പക്ഷെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടവരാണ്. കാരണം നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ മാറി. അതിനകത്തുള്ള അബ്രേസീവ് നമ്മുടെ വായിലെ ഇനാമൽ തേഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ചെറിയ സൈസിൽ എടുക്കുക, എന്നിട്ട് റൈറ്റ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ നമ്മളെ പല്ലിനെ ഹാം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇപ്പം നമ്മൾ തെറ്റായിട്ട് ചിലപ്പോൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ തന്നെ നമ്മളെ പല്ലിനെ ഡാമേജ് ആക്കാൻ ചെയ്യുന്നത്? കുറേ കാര്യങ്ങളുണ്ട്. നമ്മള് എവിടെങ്കിലും പാർട്ടിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ജ്യൂസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ സിപ്പ് ചെയ്താ കുടിക്കുന്നത്. സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ കുറച്ചു നേരം വായിൽ ഇങ്ങനെ റീറ്റെയിൻ ചെയ്ത് പയ്യെ പയ്യെ ഇറക്കിയാ പോന്നെ. അപ്പൊ ഈ ഫ്രൂട്ട് ജ്യൂസസിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അത് അസിഡിക് ആണ്. അപ്പൊ അതെല്ലാ പല്ലിന്റെ സർഫസിലും ഇരുന്ന് അത് ഡീമിനറലൈസ് ആക്കും. അപ്പം ക്യാവിറ്റി ലൈക്ക് ലീഷൻസ് ഉണ്ടാവും. എപ്പോഴും ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുമ്പോൾ സ്ട്രോ ഇട്ടേ കുടിക്കാവും. ഓ യെസ്. നമ്മള് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ സ്ട്രോ എടുത്ത് കളഞ്ഞിട്ട് ജ്യൂസ് കുടിക്കുന്ന ആളുകളാണ്. സ്ട്രോയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് അകത്തോട്ടാ പോകുന്നത്. പല്ലിൽ കോണ്ടാക്ട് വരില്ല. നമ്മൾ ഡയറ്റ് കോൺഷ്യസ് ആയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട്, രാവിലെ ചെറിയ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കുക. അങ്ങനെയുള്ളവർ ക്ലിനിക്കിൽ വരുമ്പോഴേ നമുക്കറിയാം. നമ്മൾ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനാ, ലെമൺ ജ്യൂസ് എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന കുടിക്കുന്നുണ്ടോ? ബിക്കോസ് അവരുടെ പല്ല് കാണുമ്പോൾ താഴത്തെ പല്ല് ഫ്രണ്ട് ടൂത്തിന്റെ ബാക്ക് സൈഡും തേഞ്ഞിരിക്കും. അപ്പൊ അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവര് കൂടുതൽ അച്ചാറ് ചപ്പി തിന്നുന്നവർ, TV കണ്ടുകൊണ്ട് അച്ചാർ ഇങ്ങനെ ചപ്പി TV എത്ര നേരം ഉണ്ടോ TV ഓണോ അത്രയും നേരം ചപ്പിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആ ആസിഡ് എല്ലാം ഇവിടെ ഇരുന്നിട്ട് ഫുൾ തേഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണം. ഈ ബ്രഷ് ചെയ്യുന്ന കാര്യം, രാത്രിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ ബ്രഷ് ചെയ്യുന്നു, കയറി കിടന്നുറങ്ങും. ഇത് രണ്ടും പ്രശ്നമാണ്. കഴിച്ചു കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് ബ്രഷ് ചെയ്യാവും. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സാലഡ്സ് കഴിച്ചിട്ടുണ്ടാവും, നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടാവും, തക്കാളിക്ക കഴിച്ചിട്ടുണ്ടാവും. അതൊക്കെ അസിഡിക്കാണ്. അപ്പം ഇങ്ങനത്തെ അസിഡിക് ആയിട്ടുള്ള സാധനം പല്ലിൻ്റെ മേളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് തേഞ്ഞു പോകും.
പല്ലിന് തേയ്മാനം. അപ്പൊ പല്ല് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് പല്ല് തേക്കുക അല്ലേ? അതെ. അതുപോലെ ഉറങ്ങുന്ന കാര്യത്തിൽ കഴിച്ചു കഴിഞ്ഞ് ഉടനെ ഉറങ്ങരുത്. ഉടനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസിഡ് വയറിനകത്ത് കിടക്കുന്നത് തിരിച്ചടിക്കും, റിഫ്ലെക്സ് ഉണ്ടായിട്ട് പല്ലെല്ലാം തേയാൻ തുടങ്ങും. പിന്നെ അസിഡിറ്റി ഉള്ളവർക്കും ഈ പ്രശ്നം ഞങ്ങൾ കാണാറുണ്ട്. ഡോക്ടർ ആദ്യം അപ്പോൾ ആരെ കാണുമ്പോഴും ആദ്യം പല്ലാണോ നോക്കാറ്? ഞങ്ങള് ആക്ച്വലി ഇത്രേ നോക്കാറുള്ളൂ. ഞങ്ങൾ ഇല്ല, മുഖമൊന്നും നോക്കാറ്. ചിരിക്കുമ്പോ ഞങ്ങള് സംസാരിക്കുമ്പോ ആദ്യം ഈ ഒരു ഫ്രെയിമിനകത്താ കാണുന്നത്. ബാക്കി എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമല്ല. ഈ ഒരു ഫ്രെയിമില് നമ്മൾ കാണുന്ന വേറൊരു സാധനമുണ്ട്, ആ പല്ലിരിക്കുന്നത് ഡെന്റൽ ജ്വല്ലറി. ഒരു ഡോക്ടർ ആദ്യമായിട്ടാണ് ഒരു ഡെന്റൽ ജ്വല്ലറി ചെയ്തത് കാണുന്നത്. എന്തായിരുന്നു അതിന്റെ കാരണം? എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഞാൻ BDS കഴിഞ്ഞിട്ടിപ്പം 13 വർഷമായി. അന്ന് ചെയ്തതാ. ഇതെന്റെ 13 വർഷമായിട്ട് ഇതിന്റെ വായിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് BDS കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒബ്സർവേഷൻ ഒരു ക്ലിനിക്കിൽ പോവുമല്ലോ, അപ്പൊ അവിടുത്തെ മെയിൻ ഡെന്റിസ്റ്റ് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ചെയ്തേര്. അങ്ങനെ ചെയ്തതാ. പക്ഷെ അത് ഇന്നും ഉണ്ട് അതെന്റെ വായില്. ശരിക്കും ഈ ഡെന്റൽ ജ്വല്ലറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ ഈ ഡെന്റൽ ജ്വല്ലറി? ഇതൊക്കെ ഈ എന്റെ വായിലിരിക്കുന്നത് ലൈക്ക് ഇതിന് സ്കൈസ് എന്നാ പറയുന്നത്. ഡെന്റൽ സ്കൈസ് ഒരു പ്രശ്നമില്ല, സേഫ് ആണ്. ഇത് ഡ്രില്ല് ചെയ്തൊന്നും അല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫില്ലിംഗ് മെറ്റീരിയലിന്റെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ളൊരു മെറ്റീരിയൽ ഉണ്ട്, ഫ്ലോബിൾ കോമ്പോസിറ്റ് എന്ന് പറയും. അത് വെച്ച് നമ്മൾ ഇത് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇത് ഫുഡ് കഴിക്കുമ്പോൾ ഒന്നും ഇതിന് യാതൊരു പ്രശ്നമില്ല? ഒരു പ്രശ്നമില്ല. ചിരിക്കുമ്പോ ഇങ്ങനെ സ്പാർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. പണ്ട് നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ അപ്പൂപ്പന്മാർക്ക് സ്വർണ്ണ പല്ലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതിപ്പോഴും ഉണ്ടോ? ഇപ്പം പിന്നെ അത് വന്നിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. സ്വർണ്ണപ്പല്ലല്ല, സ്റ്റീൽ പല്ല്. ഒരു പയ്യൻസ് വന്നു നമ്മുടെ ക്ലിനിക്കിൽ, ഫോർട്ട് കൊച്ചി സൈഡ് എന്തുവാ. പുള്ളി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വന്നതാ. അപ്പോ പുള്ളിക്ക് ഫ്രണ്ട് ഈ കോമ്പല്ലുണ്ടല്ലോ, അത് സ്റ്റീൽ പല്ലാക്കി വേണം. ഒരു പ്രശ്നവും ഇല്ല, നല്ല പല്ല്. പുള്ളിക്ക് അത് സ്റ്റീലാക്കി വേണം. ഞാൻ എന്നിട്ട് പറഞ്ഞു ഇത് സ്റ്റീൽ ആക്കണമെങ്കിൽ ആക്ച്വലി പല്ല് കുറച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യണം സൈസ്. അതൊന്നും പ്രശ്നമല്ല, എനിക്കിത് സ്റ്റീൽ ആക്കണം സ്റ്റൈല്. അപ്പോ അങ്ങനെ വരുന്നവരുണ്ട്. അത് ചെയ്തു കൊടുത്തോ? എന്നിട്ട് ഇല്ല, ഞാൻ ചെയ്തു കൊടുത്തില്ല. ബിക്കോസ് ക്രൗൺ ചെയ്യുമ്പോൾ നമുക്ക് ടൂത്തിനെ റിഡ്യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ വേറെ എന്തെങ്കിലും നീ ചെയ്തോ. സജസ്റ്റ് ചെയ്തില്ല, ഞാൻ അഡ്വൈസ് ചെയ്തു അത് വേണ്ട. ബിക്കോസ് ആ പല്ലിനെ നമുക്കൊന്ന് ചെറുതാക്കണം. അപ്പോൾ വെറുതെ എന്തിനാ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് അത് നമ്മള്. ഇപ്പൊ ഈ ഡെന്റൽ സ്കൈസിന് ഒരു പ്രശ്നമില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നമുക്ക് പറയാം, ഓക്കെ ഇത് ചെയ്ത പ്രശ്നമില്ല. മെറ്റൽ ക്യാപ്പ് വെക്കണമെങ്കിൽ ആ പയ്യന്റെ മെറ്റൽ ക്യാപ്പ് വെക്കണമെങ്കിൽ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യണം, ഓവറോൾ റെഡ്യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ അഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് സമ്മതിച്ചില്ല. ഇപ്പൊ ഈ ലോക സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ഇതുപോലത്തെ ഈ കൊന്ത്രം പല്ലുകൾ ഇവിടെ ഭയങ്കര ഫാഷൻ ആയിട്ട് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രാക്കുള പല്ലുകൾ, അങ്ങനെയാണോ അതിന് പറയാ? ശരിക്കും അത്തരത്തിലുള്ള പല്ലുകൾ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്? അതിന് നമ്മള് സിറാമിക്കിന്റെ ക്യാപ്പാ കൊടുക്കുക. അതിപ്പം കംപ്ലീറ്റ്ലി ചെറിയ പല്ലായിട്ടായിരിക്കും, എന്ന് വെച്ചാൽ ഇങ്ങനെ ലോങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ക്യാപ്പ് കൊടുത്തിട്ട് അതിന്റെ പ്രോപ്പർ ഷേപ്പ് കൊടുക്കുക ചെയ്യുന്നത്. ഒരു നേരമാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്, അല്ലെ 2 നേരം ബ്രഷ് ചെയ്യണം, അല്ലെ ഫുഡ് കഴിക്കുന്ന ഓരോ സമയം നമ്മൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം? ബ്രഷ് ട്വൈസ്, ഫ്ലോസ് വൺസ്, അങ്ങനെയാണ് പറയാറ്. നമ്മൾ രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യുക, എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന്റെ മുന്നേ ഫ്ലോസ് ചെയ്യുക. ഈ ഡെന്റൽ ഫ്ലോസിനെ കുറിച്ച് ആളുകൾക്ക് ഇപ്പോഴും വലിയൊരു ധാരണയില്ല. എന്താണ് ഡെന്റൽ ഫ്ലോസ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് ഒന്ന് പറയാമോ? നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് അകവും പുറമെ ക്ലീൻ ആവുന്നുള്ളൂ. ഒരു പല്ല് ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചോ, ബാക്ക് ടൂത്ത് ഇങ്ങനെ ഇരിക്കാം, അടുത്ത പല്ല് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഈ 2 പല്ലിന്റെ ഇടയ്ക്ക് ഇവിടെയും ക്ലീൻ ആവുന്നുണ്ട്, ഇവിടെയും ക്ലീൻ ആവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇട ക്ലീൻ ആവണില്ലല്ലോ. ആ ഇന്റർ ഡെന്റൽ ഏരിയ, 2 പല്ലിന്റെ ഇടയ്ക്കുള്ള ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോസ് യൂസ് ചെയ്യുക. അപ്പൊ അതിന് നേരത്തെയൊക്കെ ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു നൂലായിരുന്നു, ഒരു വാക്സ്ഡ് നൂലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ അപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ക്ലീൻ ആവും.
പക്ഷെ ഇപ്പം വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അതിനകത്തൊരു ടാങ്ക് ഉണ്ട്, വെള്ളം നിറയ്ക്കാം, നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഇത് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തിട്ട് നമ്മളൊരു വാഷ് ബേസിൻ്റെ അവിടെ പോയി ഇങ്ങനെ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ഈ എല്ലാ പല്ലിൻ്റെ ഇടയ്ക്കൊന്ന് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാ പല്ലിൻ്റെ ഇടയ്ക്കൊന്ന് വാട്ടർ ജെറ്റ് പാസ് ചെയ്ത് ഫുൾ ക്ലീൻ ആക്കും. അതിപ്പോൾ യൂസ് ചെയ്യാം. അപ്പം ഒന്നീ ഡെന്റൽ ഫ്ലോസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസർ മേടിച്ച് യൂസ് ചെയ്യുക. രണ്ടും ആക്ഷൻ ഒന്നാ. ഈ ഡെന്റൽ ഫ്ലോസ് അല്ലെ വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണോ? അതെ, നിർബന്ധമാണ്. നിർബന്ധമാണെന്ന് പറയാൻ കാരണം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അകവും പുറമേ ക്ലീൻ ആവുന്നുള്ളൂ, ഇന്റർഡെന്റൽ ഏരിയ ക്ലീൻ ആവുന്നില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബോയ് ഫ്രണ്ട് യൂസ് ചെയ്ത ബ്രഷ് ഗേൾ ഫ്രണ്ട് യൂസ് ചെയ്യുന്നതൊക്കെ. ശരിക്കും അങ്ങനെ ഒരു ബ്രഷ് രണ്ടുപേർക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണോ? അല്ല. നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഓറൽ ഹൈജീൻ മെയിൻ്റെനൻസിന് എന്ത് കഴിച്ചാലും വാഷ് ചെയ്യുക. നമ്മൾ രാത്രിയിൽ ബ്രഷ് ചെയ്യും. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മൂവി കാണാനിരിക്കുന്നത്. അന്നേരം നമുക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? സ്നാക്ക് എടുക്കാൻ പോകും. സ്നാക്ക് എടുത്തു കഴിഞ്ഞിട്ട് അതേപടി മൂവി കഴിഞ്ഞു, അടച്ചു വെച്ചു, കയറി കിടന്നുറങ്ങി. അങ്ങനെ ചെയ്യരുത്. ആദ്യം പോയി വാ കഴുകണം. വാ കഴുകി അത് ഫുൾ പാർട്ടിക്കിൾസ് പോയി കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. നമ്മൾ എന്ത് കഴിച്ചാലും, എന്ത് സ്നാക്ക് ചെയ്താലും, അല്ലെങ്കിൽ ചായ കുടിച്ചാലും, കാപ്പി കുടിച്ചാലും, അല്ലെങ്കിൽ ജ്യൂസസ് കുടിച്ചാലും, ഒന്നീ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ റിൻസ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. അപ്പൊ ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാ കഴുകൽ നിർബന്ധമുണ്ട്? ഷുഗർ ഉള്ള ചായ കുടിക്കുവാണെങ്കിൽ, സ്വീറ്റ് ആണെങ്കിൽ നമ്മൾ വാ കഴുകിയിരിക്കണം. സ്നാക്ക് ചെയ്യുമ്പോൾ ഈ പണ്ട് നമ്മൾ സാലഡ്സ് ഒക്കെ ഒത്തിരി കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ആരും കഴിക്കണമെന്നില്ല. എല്ലാവരും ചിപ്സും എല്ലാം സ്റ്റിക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം എല്ലാവരും കഴിക്കുന്നത്. സ്റ്റാച്ചി സ്റ്റിക്കി ഫുഡ്. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോൾ അതെല്ലാം പോയി പല്ലിലിരിക്കും. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അതാണ് പിന്നെ അവിടെ ആസിഡ് ഫോം ആയിട്ട് അവിടുത്തെ ഇനാമൽ ഡീമിനറലൈസ് ആയിട്ട് ക്യാവിറ്റി ഫോം ആവുന്നത്. ഈ സ്വീറ്റ് ആയിട്ടുള്ള സാധനവും സ്റ്റാച്ചി ആയിട്ടുള്ള സാധനവും ഈ സ്റ്റിക്കി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നീ നല്ലതായിട്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡ്സ് പോലെയൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ, ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതായാലും മതി. സെൽഫ് ക്ലിൻസിങ് ആവും. ഏതെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. മിക്ക ബോയ്സിനും ക്രഷുള്ള ഒരാളാണ് മമിത ബൈജു. മമിത ബൈജുവിൻ്റെ പല്ലിന് തന്നെ ഒരുപാട് ആരാധകരുണ്ട്. പക്ഷെ ആദ്യം മമിത ബൈജു സിനിമയിൽ വന്ന സമയത്ത് പല്ലിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ നല്ല അടക്കി വെച്ചിട്ടുള്ള ഒരു പല്ലാണ്, അടുപ്പിച്ചിട്ടുള്ള പല്ലുകളാണ്. ചിരിക്കുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര രസമാണ്. എന്തായിരിക്കും മമിത എന്താണ് പല്ലിന് ചെയ്തിരിക്കുന്നത്? അത് അലൈനേഴ്സ് ആണെന്നാണ് തോന്നുന്നത്. കാരണം പല്ലിൻ്റെ ഷേപ്പൊക്കെ അതേപോലെയാണ്. അത് സ്പേസ് ക്ലോസ് ആയിട്ട്, സൈസ് ഒന്നിനും മാറ്റമില്ല, ജസ്റ്റ് ആ സ്പേസ് ക്ലോസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം അത് അലൈനർ ട്രീറ്റ്മെന്റ് ആയിരിക്കും മിക്കവാറും ചെയ്തേക്കുന്നത്. വിനിയേഴ്സ് ഒക്കെ ചെയ്യുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ലിന്റെ ചിപ്പ് ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ, കുറച്ച് പല്ല് തേഞ്ഞിരിക്കുക, ഡിസ്കളേർഡാ, കുഞ്ഞി പല്ല, ഒരു ഉന്തലുണ്ട്, ചെറുതായിട്ട് വളരെ സ്ലൈറ്റ് ആയിട്ട് നമുക്കത് കാണുമ്പോൾ അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വരണമെങ്കിൽ നമുക്ക് വിനിയേഴ്സ് ചെയ്യാം പെട്ടെന്ന്, വിതിൻ 1 വീക്കിനകത്ത്. ബിക്കോസ് അലൈനറിനൊരു ടൈം പീരിയഡ് ഉണ്ട്, ഒരു 3 months 4 months അങ്ങനെ എടുക്കും. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് വരണമെങ്കിൽ നമ്മൾ വിനിയേഴ്സ് ചെയ്യും. കാജോളിന്റെ ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടിരുന്നോ? നമ്മുടെ ഷാറൂഖ് ഖാന്റെ കാജോൾ. അതെ, പുള്ളിക്കാരി ഈ ഇടയായിട്ട് പുള്ളിക്കാരിയുടെ പല്ല് ഫ്രണ്ട് ടൂത്ത് ഒക്കെ ഇങ്ങനെ തേഞ്ഞിരിക്കാം. എനിക്ക് പറയണമെന്നുണ്ട് വിനിയേഴ്സ് ചെയ്യും. അത് ആക്ച്വലി ഒരു വിനിയർ ചെയ്യാൻ പറ്റിയൊരു കേസാണ്. ഇതുവരെ അത് ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമായിരിക്കും. ഈ പല്ല് എന്തുകൊണ്ടാണ് അപ്പൊ തേയുന്നത്? അതായത് ഈ വലിയ ആളുകളിലാണ് നമ്മൾ പറയുക പല്ലുകൾ കുറച്ചുകൂടി തേയുന്നതായിട്ട് കാണുന്നത്, പക്ഷെ ഒരു ചെറുപ്പക്കാരിലും പല്ല് തേയ്മാനമുണ്ട്. അതെന്തുകൊണ്ടാ? കുറെ റീസൺസ് കാരണമാണ് തേയ്മാനം ഉണ്ടാകുന്നത്. ചിലർക്ക് ബ്രക്സിസം എന്ന് പറഞ്ഞ ഹാബിറ്റ് കാണും, ഈ പല്ല് കടിക്കാൻ, നൈറ്റ് ഗ്രൈൻഡിങ്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ എയർവേ പ്രോപ്പർ ആകാതെ വരുമ്പോഴാണ് ഈ നൈറ്റ് ഗ്രൈൻഡിങ് ഉണ്ടാവുന്നത്. ചിലർക്ക് സ്ട്രെസ് കാരണമാകാം. അതെന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പക്ഷെ നൈറ്റ് ഗ്രൈൻഡിങ് കാരണം പല്ല് തേഞ്ഞു പോകും. ചിലര്
നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കത്തില്ലേ, അതും പല്ലിന്റെ തേയ്മാനം ഉണ്ടാവും. അസിഡിറ്റി ഉണ്ടെങ്കിൽ, പിന്നെ അസിഡിക് ആയ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇങ്ങനെ അസിഡിക് ആയ ഫുഡ് കഴിച്ചിട്ട് ഉടനെ ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഉടനെ കയറി കിടന്ന് ഉറങ്ങുക, കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ കയറി കിടന്ന് ഉറങ്ങുക, ഇതൊക്കെ മെയിൻലി നമ്മുടെ ഹാബിറ്റ് കാരണം നമ്മുടെ പല്ല് തേഞ്ഞു പോകുന്നത്. ഈ സ്മോക്ക് ചെയ്യുന്നത് പല്ലുകൾക്ക് എത്രമാത്രം ഡേഞ്ചറസ് ആണ്? സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംസിൻ്റെ അകത്തെ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, അതങ്ങ് ചുരുങ്ങും. അത് ചുരുങ്ങുമ്പോൾ ഈ ഗംസേ അങ്ങ് ചുരുങ്ങും. ചുരുങ്ങിയിട്ട് മോണയിറക്കമുണ്ടാവും. മോണയിറക്കം എന്ന് വെച്ചാൽ നല്ലതായിട്ടിരിക്കുന്ന ഒരു പല്ലിൽ നല്ല പൊസിഷനിൽ ഗംസ് ഇങ്ങനെ കയറിയിരിക്കായിരിക്കും. അപ്പൊ ഈ ചുരുക്കം വന്നിട്ട് മോണ പയ്യെ താഴോട്ട് ഇറങ്ങും. അപ്പൊ അവരുടെ പല്ല് കാണുമ്പോൾ ഇങ്ങനെ നീണ്ടിരിക്കുന്ന കാണാം. കാരണം മോണയിറക്കം ഉണ്ടായതാ. അവർക്ക് ഗം ഡിസീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിക്കോസ് സ്റ്റെയിൻസും ടാർട്ടാറും അവർക്ക് പെട്ടെന്നുണ്ടാവും. പിന്നെ ബാഡ് ബ്രത്ത് ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു 35 വയസ്സുള്ള ഒരാളുടെ സ്മോക്ക് ചെയ്യുന്ന വാ കാണുമ്പോൾ നമുക്ക് ഒരു 60 വയസ്സ്, 45 മുതൽ 60 വയസ്സായ ഒരു ഏജ് ആയ ഒരാളുടെ വാ തുറന്ന് നോക്കുന്ന ഫീലിംഗ് വരും. ചീക്സ് ഒക്കെ ഇങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കും. ഇന്നർ പാർട്ട് ഓഫ് ചീക്സ്, അകം എല്ലാം ഇങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കും. നോർമലി ഒരു പിങ്ക് കളറാണ് നമ്മുടെ അകത്തെ വൈഡ് അകത്തെ സ്കിന്ന്. ഇത് അങ്ങ് വൈറ്റ് ആവും. ബ്ലഡ് വെസൽസ് ഒക്കെ ഇങ്ങനെ ഒത്തിരി കുറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ പല്ല് ആടിപ്പോവാൻ തുടങ്ങും, സ്മോക്കേഴ്സിന്റെ പല്ല്. കാരണം ഈ പെരിഡോണ്ടൽ ലിഗമെന്റ് ആണ് ഈ സോക്കറ്റ്. പല്ലിനൊരു സോക്കറ്റ് ഉണ്ട്, ആ സോക്കറ്റിനകത്താണ് പല്ലിരിക്കുന്നത്. അപ്പൊ ഈ സോക്കറ്റ് പല്ലിന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് അകത്തൊരു പെരിഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറഞ്ഞൊരു ഫൈബേഴ്സ് ആണ്. അതിന്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അതിന്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് പല്ല് ആടാൻ തുടങ്ങും. ബ്ലഡ് വെസൽസ് കുറയും, പിന്നെ അവർക്ക് അൾസേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാ. ചിലർക്കൊക്കെ അതാണ് ഫ്യൂച്ചറിൽ പിന്നെ ക്യാൻസർ ഒക്കെ കാണുന്നതൊക്കെ ഇത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആദ്യം ഒരു വൈറ്റിഷ് ലെയർ ഫോം ആവും വായില്, പിന്നാണ് അത് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് അത് ക്യാൻസർ ആയി എന്നൊക്കെ പറയാം. ചിലർക്ക് എത്ര വലിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ബോഡി ടൈപ്പ് അനുസരിച്ചാ. ചിലർക്ക് കുറച്ച് നാൾ ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ കാണാൻ കിട്ടും. ഈ ഓറൽ ക്യാൻസറും പല്ലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ഈ നമ്മൾ റിപ്പീറ്റഡ്ലി പല്ല് കടിച്ച് ചീക്സ് ഇങ്ങനെ അൾസർ ഒക്കെ ആവുകയാണെങ്കിൽ അത് ചിലപ്പം ഫ്യൂച്ചറിൽ ഓറൽ ക്യാൻസർ ആവും. ചില പല്ലൊക്കെ പൊട്ടിയിരുന്നിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ഇറിറ്റേഷൻ നമ്മുടെ ചീക്സിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ, അത് ഹീലാവാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവും. റിപ്പീറ്റഡ്ലി ഒരേ സ്ഥലത്ത് അൾസേഴ്സ് വരുവാണെങ്കിൽ അതൊക്കെ നമ്മൾ കൊണ്ടുപോയി കാണിക്കണം. എന്താ കാരണം എന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് അതങ്ങ് ഹീൽ ആക്കി എടുപ്പിക്കണം. ഈ മിക്കവരും ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ നിന്ന് ബ്ലഡ് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം രാവിലെയൊക്കെ ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ പല്ലിൻ്റെ ഇടയിൽ നിന്ന് ബ്ലഡ് കാണുന്നു. ചിലപ്പോൾ ഫുഡ് കഴിച്ച് വാ കഴിക്കുമ്പോൾ ബ്ലഡ് ആ വെള്ളത്തിൻ്റെ കൂടെ പോകുന്നു എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അത് എന്താ അസുഖമാണ്? ഇത് ഗം ഡിസീസ് ആണ്. മോണ ഇൻഫെക്റ്റഡ് ആവുമ്പോഴാണ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങുന്നത്. യൂഷ്വലി പറയുന്നത് 6 മാസം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഡെന്റൽ ക്ലിനിക്കിൽ പോയി ക്ലീൻ ചെയ്യിപ്പിക്കണം പല്ല്. എല്ലാ 6 മാസം അറ്റ്ലീസ്റ്റ് 1 ഇയർ കൂടി ഇരിക്കുമ്പോൾ. 6 മാസം പറ്റിയില്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്യിപ്പിക്കണം. ഇത് പറയാൻ കാരണം നമ്മുടെ സലൈവയിൽ കാൽഷ്യം, പൊട്ടാഷ്യം അങ്ങനെ മിനറൽസ് ഉണ്ട്. അപ്പൊ ഈ മിനറൽസ് നമ്മുടെ പല്ലിന്റെ മേളിലൊരു ലെയർ ഫോം ആവും. പെലിക്കിൾ എന്ന് പറഞ്ഞൊരു ലെയർ ഫോം ആവും. ഈ ഫോം ആവുന്ന ലെയറിന്റെ മേളിൽ ഈ കാൽഷ്യം, പൊട്ടാഷ്യം എല്ലാം ഇരുന്ന് അങ്ങ് കട്ട പിടിക്കും. അതാണ് ഈ ടാർട്ടാർ അല്ലെ കാൽക്കുലസ് എന്ന് പറയുന്നത്. ഇത് ബാക്ടീരിയയുടെ ഹോമാണ്. അവിടെയാണ് ബാക്ടീരിയ ജീവിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ആയി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മള് ടൈംലി ഒരു വർഷത്തിലും കൂടി ഇരിക്കുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ
അവിടെ ഗം ഇൻഫെക്റ്റഡ് ആയി, ഇൻഫെക്ഷൻ കാരണം ബ്ലീഡിങ് ഉണ്ടായി, ഗം താഴോട്ട് ഇറങ്ങാൻ തുടങ്ങും. ഈ ഗംസ് താഴോട്ട് ഇറങ്ങുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഒന്ന് ഇറങ്ങിയാൽ പിന്നെ പൊങ്ങി വരില്ല. അത് നമുക്ക് സർജറിയിലൂടെ മാറ്റാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചാൻസസ് കുറവാ. എത്ര സർജറി ചെയ്താലും പിന്നെയും ഇറങ്ങി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മളത് ആർട്ടിഫിഷ്യൽ ബോണൊക്കെ ഇട്ടാണ് പിന്നെ അതിൻ്റെ മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ വർഷത്തിലൊരിക്കലെങ്കിലും പോയി ക്ലീൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംസ് താഴോട്ട് ഇറങ്ങി വരില്ല. ഗംസ് താഴോട്ട് ഇറങ്ങി വന്നില്ലെങ്കിൽ ഗം ഹെൽത്ത് നല്ലതായിരിക്കും, ഇൻഫെക്ഷൻ ഉണ്ടാവില്ല.